ഹായ് ഹലോ ഐ ആം നിതിൻ, ദിസ് ഈസ് NSK മാത്സ്. അപ്പം നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിലെ 2 ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആ 2 ഭാഗങ്ങൾ ആദ്യത്തെ കുറച്ച് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസുകൾ സ്കിപ്പ് ചെയ്താണ് നമ്മൾ 13ാമത്തെയും 15ാമത്തെയും പേജിലെ എക്സസൈസുകളാണ് പാർട്ട് 1ലും 2ലും ചെയ്തത്. ഇത് നമ്മൾ ഒന്നാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യം കിടന്ന പ്രോബ്ലംസ്, അതായത് 8ാമത്തെയും 9ാമത്തെയും പേജിലെ പ്രോബ്ലംസുകളാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഓൾറെഡി നിങ്ങൾ 2 ഭാഗം പഠിച്ചപ്പോൾ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള ഐഡിയ ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അത് പഠിക്കാത്തവർ ദയവ് ചെയ്ത് 1ഉം 2ഉം ഒന്ന് നന്നായിട്ട് പഠിക്കുക. പാർട്ട് 1ഉം പാർട്ട് 2ഉം നന്നായിട്ട് കാണുക, അതിനുശേഷം ഇത് കാണുക. അപ്പം നമുക്ക് 3ാമത്തെ ഭാഗത്തിലെ 1ാമത്തെ കണക്ക്, പേജ് നമ്പർ 8ലെ 9ലെ കണക്കുകളാണ്. ഇത് കുറച്ച് മെന്റൽ എബിലിറ്റി കണക്കുകളാണ്, ഒന്നുമില്ല, നിങ്ങൾ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇവിടെ പറഞ്ഞാൽ വി ക്യാൻ മേക്ക് ദ ട്രയാങ്കിൾ സ്റ്റാക്കിംഗ് ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, കണ്ട 3 ഡോട്ടുകൾ ചേർത്തുകൊണ്ട് ഒരു ട്രയാങ്കിൾ, ഇവിടെ 6 ഡോട്ടുകൾ ചേർത്തുകൊണ്ടുള്ള ട്രയാങ്കിൾ, ഇവിടെ 10 ഡോട്ടുകൾ ചേർത്തുകൊണ്ടുള്ളത്. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ? ഓരോ ട്രയാങ്കിളിലെയും നമ്പർ ഓഫ് ഡോട്ടുകളുടെ എണ്ണം. ആദ്യത്തെ ട്രയാങ്കിളിൽ എത്ര? 3. രണ്ടാമത്തെ ട്രയാങ്കിളിൽ 6. മൂന്നാമത്തെ ട്രയാങ്കിളിൽ 10. ഇനി പറഞ്ഞേ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. ഇതേ പാറ്റേണിൽ അടുത്ത 3 ട്രയാങ്കിൾ ഉണ്ടാക്കില്ല. അതിൽ എത്ര ഡോട്ട്? ഇത് അരിത്തമെറ്റിക് സീക്വൻസിലെ കണക്കല്ല, ഇതൊരു മെന്റൽ എബിലിറ്റി കണക്കാണ്. ഈ 3 ഡോട്ടുകൾ രണ്ടാമതായപ്പോ എത്രയായി? 3 എണ്ണം കൂടെ കൂടി 6 ആയി. ഈ 6 10 ആയി. എത്ര കൂടി? 4 കൂടി. സ്വാഭാവികമായിട്ട് അടുത്ത ട്രയാങ്കിളിൽ എത്ര കൂടും? 5 കൂടും. അത് എത്ര ആവും? 15. അത് കഴിഞ്ഞുള്ള ട്രയാങ്കിൾ എത്ര കൂടും? 6 കൂടും. അത് എത്ര ആയി? 21. ഇനി മൂന്നാമത്തെ ട്രയാങ്കിൾ, അടുത്ത 3ാമത്തെ ട്രയാങ്കിൾ എത്ര ആയി? 7 കൂടും. ആൻസർ 28. ഇതാണ് അതിൻ്റെ അകത്തെ ആൻസർ, അല്ലാതെ കൂടുതലായിട്ട് ഒന്നുമില്ല. ഇതാണ് ഇതിൻ്റെ അകത്തെ ആൻസർ. മെന്റൽ എബിലിറ്റി, പ്യുവർ മെന്റൽ എബിലിറ്റി. ഓക്കെ, ക്ലിയർ ആണല്ലോ, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത കണക്കിലോട്ട് പോവാം. അടുത്ത കണക്ക് ഫ്രം ദ സീക്വൻസ്, ഇനി ഇച്ചിരി അറിയേണ്ട കാര്യമുണ്ട്, ശ്രദ്ധിക്കുക. ഫ്രം ദ സീക്വൻസ് ഓഫ്, എന്തിന്റെയൊക്കെ സീക്വൻസ് നമുക്കുള്ള ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഫ്രം ദ സീക്വൻസ് ഓഫ് എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെന്റഗൺ ആൻഡ് സോ ഓൺ. അങ്ങനെ പോവുകയാണ് നമ്മൾ. ശരി, നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വരയ്ക്കുന്നു. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് ഇതാണ് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, എല്ലാ വശവും തുല്യം. അടുത്തത് സ്ക്വയർ, അത് കഴിഞ്ഞ് ഒരു റെഗുലർ പെന്റഗൺ. എന്തോ റെഗുലർ പെന്റഗൺ? എല്ലാ വശവും, ഞാൻ വരച്ചിരിക്കുന്നത് റെഗുലർ അല്ല എങ്കിൽ മനസ്സിലാക്കുക, എല്ലാ വശവും തുല്യം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയും നമ്പർ ഓഫ് സൈഡ്സ്. അവർ തന്നെ പറയുന്നുണ്ട് ആദ്യത്തെ നമ്പർ ഓഫ് സൈഡ്സ് 3, രണ്ടാമത്തെ നമുക്കറിയാം 4, പിന്നെ 5. ഇതാണ് ആ നമ്പർ ഓഫ് സൈഡ്സിന്റെ സീക്വൻസ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾ. വി ഓൾറെഡി നോ ദാറ്റ് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ ഇന്നർ ആംഗിൾസ്. അത് നമുക്കറിയാം. ഏതൊരു പോളിഗന്റെയും ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് സം ഓഫ് ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ n-2 × 180 ആണല്ലോ. അങ്ങനെ ആണെങ്കിൽ ആദ്യം ട്രയാംഗിളിന്റെ കേസ് നോക്കാം. ട്രയാംഗിളിന്റെ n എത്ര? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ്. അപ്പൊ എത്ര വരും? 3 - 2 × എന്താണ് 180, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 - 2 എത്ര? 1 × 180, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 180. അപ്പം ഇതിന്റെ ഇന്നർ ആംഗിൾ എത്ര? 180. ഇതേപോലെ തന്നെ ഇവിടെ 4 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സ്ക്വയറിന് കിട്ടും. അപ്പൊ 4 - 2 × 180, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 180, ദാറ്റ് ഈസ് ഈക്വൽ ടു 360. അപ്പം സ്ക്വയറിന്റെ ഇന്നർ ആംഗിളിന്റെ സം എത്ര? 360. ഇതേപോലെ തന്നെ പെന്റഗന്റെ 5 - 2 × 180, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 180, ദാറ്റ് ഈസ് ഈക്വൽ ടു 540. അപ്പൊ ഇതിന്റെ എത്ര കിട്ടി? 540. അപ്പം സം ഓഫ് ഇന്നർ ആംഗിൾ കിട്ടി. ഇനി അടുത്ത മൂന്നാമത്തെ സം ഓഫ് ഔട്ടർ ആംഗിൾ. മക്കളെ, ഏതൊരു പോളിഗന്റെ ഔട്ടർ ആംഗിളിന്റെ സം എപ്പോഴും എത്ര തന്നെയായിരിക്കും? 3. അത് ട്രയാംഗിളിന്റെ ആയാലും ശരി, സ്ക്വയറിന്റെ ആയാലും ശരി, പെന്റഗന്റെ ആയാലും ശരി, എല്ലാത്തിന്റെ ഔട്ടർ ആംഗിൾ എപ്പോഴും എത്ര? ഔട്ടർ ആംഗിളിന്റെ സം എത്രയായിരിക്കും? 360 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ആൻ ഇന്നർ ആംഗിൾ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ആൻ ഇന്നർ ആംഗിൾ? ഒരു ഇന്നർ ആംഗിൾ. നമുക്കറിയാം സം ഓഫ് ഇന്നർ ആംഗിൾ ഓഫ് ട്രയാംഗിൾ എത്ര? സം ഓഫ് ഇന്നർ ആംഗിൾ ഓഫ് ട്രയാംഗിൾ നമുക്കറിയാം ഇവിടെ എത്രയാണ്? 180. അങ്ങനെയാണെങ്കിൽ ഒരു ഇന്നർ ആംഗിൾ എത്ര ആയിരിക്കും? 180/3. അടുത്തത് 360 സ്ക്വയറിന്റെ ആണ് അല്ലെ. അപ്പൊ സ്ക്വയറിന് 4 വശമുള്ളതുകൊണ്ട് 360 അല്ലെങ്കിൽ 4 കോണുള്ളതുകൊണ്ട് 360/4. അടുത്തത് 540 എന്താണ്? /5 അല്ലെ. ഇനി അതേപോലെ ആൻ ഔട്ടർ ആംഗിൾ, ഒരു ഔട്ടർ ആംഗിൾ എത്ര? 360. അപ്പൊ എന്ത് ചെയ്യും? 360/3. അടുത്ത എത്ര? 360/4. അടുത്ത എത്ര? 360/5. ഇതാണ് ഈ 5 ക്വസ്റ്റ്യന്റെ ആൻസർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒരു പോളിഗന്റെ സം, ഇന്നർ ആംഗിളിന്റെ സമ്മിന്റെ ഇക്വേഷൻ കാണാൻ അറിയണം. വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ n-2 × 180. ഓക്കെ അല്ലേ? അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്.
എന്താണ് മക്കളെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചിരുന്നു. ഒന്നാമത്തെ ഭാഗത്തിൽ ഇതുപോലത്തെ ഒരു കണക്ക് നമ്മൾ പഠിച്ചിരുന്നു. 4 കൊണ്ട് നാച്ചുറൽ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നതും 2 വരുന്നതും കണക്കുകൾ നമ്മൾ ഒന്നാമത്തെ ഭാഗത്തിൽ പഠിച്ചിരുന്നു. അതുപോലത്തെ തന്നെ ഒരു കണക്കാണ് ഇവിടെ. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പറിന്റെ സീക്വൻസ് നമുക്കറിയാം. നാച്ചുറൽ നമ്പർ എന്താണ്? 1 2 3 4 5 6. ശരി. ലീവ് റിമൈൻഡർ. അടുത്ത് നോക്ക്. ലീവ് റിമൈൻഡർ 1 റിമൈൻഡർ വരണം. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള സംഖ്യകൾ 1നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം ആദ്യത്തെ സംഖ്യ 1. രണ്ടാമത്തെ സംഖ്യ ഇനി കിട്ടാൻ പാടൊന്നുമില്ല. ഈ 3 കൂട്ടിയാൽ മതി. അപ്പൊ 1 + 3 എത്ര? 4. 4 + 3 എത്ര? 7. 7 + 3 എത്ര? 10. 10 + 3 എത്ര? 13 എക്സെട്ര. ഇനി ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിച്ച് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. ഇനിയും പാടൊന്നുമില്ല. 2 റിമൈൻഡർ 2 വരണം. അപ്പൊ ആദ്യത്തെ സംഖ്യ 2, പിന്നെ 3 കൂട്ടണം അല്ലെ? 5 8 11 എക്സെട്ര എക്സെട്ര. ദിസ് ഈസ് ദ സീക്വൻസ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? സ്പീഡാണ് അല്ലെ? സ്പീഡിൽ തന്നെ ഇതൊന്നും പഠിച്ചു പോകണം. കാരണം കൂട്ടുന്ന എങ്ങനെ ലാഗ് അടിച്ച് പഠിപ്പിക്കല്. ഇപ്പൊ പഠിക്കരുത്, നിങ്ങൾ പെട്ടെന്ന് പഠിച്ചു പോകും. ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം, ഞാൻ വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അടുത്തത് 4ാമത്തെ കണക്ക് നോക്കിയേ. 4ാമത്തെ കണക്ക് നോക്കിയേ. റൈറ്റ് ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദ നാച്ചുറൽ നമ്പർ വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൊച്ചു ക്വസ്റ്റ്യൻസുകൾ അല്ലെ? ലാസ്റ്റ് 1ഉം 6ഉം വരുന്ന നാച്ചുറൽ നമ്പറിന്റെ ശ്രേണി. ആദ്യത്തെ നമ്പർ 1, രണ്ടാമത്തെ നമ്പർ 6, അടുത്തത് 11 അല്ലെ? ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 1 ആണ് ഇവിടെ. അടുത്തത് 16, ലാസ്റ്റ് ഡിജിറ്റ് 6 അല്ലേ? 1 or 6 എന്നാ. അപ്പൊ 1 16. അടുത്ത എന്ത് വരും? 21. അടുത്തത് 26. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും 31 36 ലൈക്ക് അങ്ങനെ. ഓക്കെ, ഇനി അവർ പറയുന്നത് ഡിസ്ക്രൈബ് ദ സീക്വൻസ് ഓഫ് അതർ 2 ways. ഈ സീക്വൻസിനെ നമുക്ക് എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം, ഡിസ്ക്രൈബ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു നാച്ചുറൽ നമ്പർ ആണ്. ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 5 ആണ് അല്ലെ? ഇവിടുത്തെ ഡിഫറൻസ് 5, ഇവിടുത്തെ ഡിഫറൻസ് 5, ഇവിടുത്തെ ഡിഫറൻസ് 5, എല്ലായിടത്തെയും ഡിഫറൻസ് 5. അപ്പൊ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? നാച്ചുറൽ നമ്പർ നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഈ നാച്ചുറൽ നമ്പറിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ? 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരുന്ന സംഖ്യകൾ? 1 റിമൈൻഡർ വരുന്ന സംഖ്യയാണ് ഈ കിടക്കുന്നത്. അങ്ങനെയുള്ള ശ്രേണിയാണ് ഈ കിടക്കുന്നത് അല്ലെ? അങ്ങനെയുള്ള സീക്വൻസ് ആണ്. ദാറ്റ് ഇസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദിസ് സീക്വൻസ്. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഇനി അപ്പൊ 5ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ കണക്കും ഞാനങ്ങ് പറഞ്ഞു തന്നാൽ എങ്ങനെ ചെയ്യാവുന്ന? 5ാമത്തെ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ. ഈ ട്രയാങ്കിൾ ഇരുന്ന് എണ്ണി അവർ പറഞ്ഞ ക്വസ്റ്റ്യൻ. ഈ ട്രയാങ്കിൾ എണ്ണുക എന്നുള്ള ഒരു കടമ്പേ ഉള്ളൂ. അത് നമുക്ക് വെറുതെ ചെയ്ത് നമ്മുടെ സമയം കളയണ്ട. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇതൊന്ന് ചെയ്യും. സമയം കിട്ടുമ്പോൾ ചെയ്താൽ മതി. ഞാൻ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്നും പറയുന്നില്ല. ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടും ഇല്ല. പക്ഷെ ഇങ്ങനെ ഒരു പാറ്റേൺ ചോദിക്കും. ഇത്രയും ട്രയാങ്കിൾ ഇരുന്ന് എണ്ണുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളെല്ലാം പഠിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ അങ്ങ് തന്നെ ചെയ്യുക. ഓക്കെ. അപ്പം 5 ക്വസ്റ്റ്യൻസുകൾ 8ാമത്തെയും 9ാമത്തെയും പേരിൽ 5 ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.